ഹായ് ഓൾ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഈ ദിവസവും മനോഹരമായ ഈ ദിവസവും നിങ്ങൾ ആരംഭിക്കുന്നത് സൂപ്പർ നോട്ട്സിനോടൊപ്പമാണ്. ഒരു മോട്ടിവേഷന്റെ ഒന്നും ആവശ്യമില്ലാത്ത ഫുള്ളി മോട്ടിവേറ്റഡ് ആയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെ മുന്നിലേക്ക് എനിക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ആ ചോദ്യത്തിലേക്ക് നമുക്കങ്ങ് കിടക്കാം. എനിവേ ഇതാ ഈ ഒരു കോട്ടിന്റെ പ്രാധാന്യം നമ്മൾ PSC വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമെന്ന് ഞാൻ കരുതുന്ന ഒരു കോട്ടാണ് നിങ്ങളെ ഞാൻ ആദ്യമേ ഓർമ്മിപ്പിക്കുന്നത്. സക്സസ് ഡസ് നോട്ട് കം ഫ്രം വാട്ട് യു ഡു ഒക്കേഷണലി, ഇറ്റ് കംസ് ഫ്രം വാട്ട് യു ഡു കൺസിസ്റ്റന്റ്ലി. വല്ലപ്പോഴും ചെയ്യുന്ന പ്രവർത്തികളല്ല എന്തിലേക്ക് നയിക്കുന്നത്, നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്നത്. മറിച്ച് എന്തായിരുന്നു, കൺസിസ്റ്റന്റ് ആയി തുടർച്ചയായി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് നമ്മളെ എന്തിലേക്ക് നയിക്കുക, വിജയത്തിലേക്ക് നയിക്കുക. ആ വിജയത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ചുയർത്താൻ നമ്മളും സൂപ്പർ നോട്ട്സും നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഫിസിക്സിലെ ഒരു ചോദ്യവും അനുബന്ധ വിവരങ്ങളും നിങ്ങളെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നു. അത്ര കണ്ട് പ്രയോജനകരമായിട്ടുള്ള ഒരു സെഷൻ ആവട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം. ഈ അടുത്ത് റീസെന്റ് ആയിട്ട് നടന്ന ഒരു ഫോഴ്സ് ലെവൽ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ് ഈ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. അതിനകത്ത് ഒരു ചെറിയ ലൂപ്പും കൂടെ ഉണ്ട്. ആ ലൂപ്പ് നമുക്ക് ഇന്ന് ക്രാക്ക് ചെയ്യണം. എനിവേ നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്: പ്രപഞ്ചത്തിലെ ഓരോ കണികയും മറ്റെല്ലാ കണികകളെയും F=g(m1m2/r² എന്ന ശക്തിയോടെ ആകർഷിക്കുന്നു എന്ന് ന്യൂട്ടന്റെ സാർവത്രിക ഗുരുത്വാകർഷണ നിയമം പ്രസ്താവിക്കുന്നു. ഇതിൽ ജി, ആർ എന്നിവ യഥാക്രമം ഡാഷ് ആകുന്നു. ജിയും ആറും ആരൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. നേരിട്ട് ഇതിന്റെ ഉത്തരത്തിലേക്ക് വേണമെങ്കിൽ എനിക്ക് നിങ്ങൾ എന്ത് ചെയ്യാം, പറഞ്ഞു തന്ന് സഹായിക്കാം. പക്ഷേ എൻ്റെ ഒരു ആവശ്യം ഇതാണ്: നിങ്ങൾ ഈ ഏരിയക്കകത്ത് നിന്ന് വരുന്ന സകലമാന ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തണം. ആ നിലയ്ക്ക് നമ്മൾ ഗുരുത്വാകർഷണ ബലത്തെ കുറിച്ചാണ് ഇന്ന് നമ്മുടെ ഫിസിക്സിന്റെ ആരംഭ ദിവസത്തിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഗുരുത്വാകർഷണ ബലവും അതുമായിട്ട് അനുബന്ധമായിട്ട് വരാൻ സാധ്യതയുള്ള സകലമാന ചോദ്യങ്ങളും സംസാരിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എനിവേ ഓപ്ഷൻ ഞാനിപ്പോൾ തൽക്കാലം വായിച്ചു തരുന്നില്ല, നിങ്ങൾക്ക് സമയത്തിനിടയിൽ തന്നെ വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ അവിടെ ഒരു ചെറിയ ട്രാപ്പ് ഉണ്ട് കേട്ടോ. നമുക്ക് നോക്കാം എന്താണെന്നുള്ള കാര്യം. സോ വെൽക്കം ടു ഗുരുത്വാകർഷണ ബലം. ഒന്നുമില്ല, ഞാൻ ഈ ഗുരുത്വാകർഷണ ബലം സംസാരിക്കുന്ന ആദ്യം മുതൽ ഇതുവരെയുള്ള സമയത്തിൽ എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ള ഒരു സംഗതി, ഈ ഗുരുത്വാകർഷണ ബലവും ഗുരുത്വബലവും ഭൂഗുരുത്വവും രണ്ടും ഒന്ന് തന്നെയാണോ എന്നുള്ളൊരു ചെറിയ കൺഫ്യൂഷൻ, അതല്ലെങ്കിൽ അത് രണ്ടും ഒന്ന് തന്നെയാണോ എന്നുള്ളൊരു ചെറിയ ചോദ്യം പ്ലേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ തുടങ്ങാറ്. ഗുരുത്വാകർഷണ ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ യൂണിവേഴ്സൽ ഫോഴ്സ്. അതൊരു സാർവിക ബലമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പ്രപഞ്ചത്തിലെ ഏത് രണ്ട് വസ്തുക്കൾക്കിടയിലും ഒരു ആകർഷണ ബലമുണ്ടെന്നും ആ ആകർഷണ ബലത്തെയാണ് നമ്മൾ ഗുരുത്വാകർഷണ ബലം എന്ന് വിളിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതായത് ഭൂമിക്കും സൂര്യനും ഇടയിൽ ഒരു ആകർഷണ ബലമുണ്ട്. ഭൂമിക്കും മറ്റ് ഗ്രഹങ്ങൾക്കും ഇടയിലും ഒരു ആകർഷണ ബലമുണ്ട്. സൂര്യനും മറ്റ് നക്ഷത്രങ്ങൾക്കും ഇടയിലും എന്തുണ്ട്, ഒരു ആകർഷണ ബലമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. എങ്കിൽ ആ ആകർഷണ ബലത്തെ, ഭൂമിയിലെ രണ്ട് വസ്തുക്കളെ എടുക്കാം, നമുക്ക് രണ്ട് വൻമരങ്ങളെ എടുക്കാം. ആ രണ്ട് വൻമരങ്ങൾക്കിടയിലും എന്തുണ്ടാവും, ഒരു ആകർഷണ ബലം ഉണ്ടാവും. അത്തരത്തില് ഭൂമിയിലെ ഏത് രണ്ട് വസ്തുക്കൾക്കിടയിലും പ്രപഞ്ചത്തിലെ ഏത് രണ്ട് വസ്തുക്കൾക്കിടയിലുമുള്ള ആകർഷണ ബലത്തെ നമ്മൾ വിളിക്കാൻ പോകുന്ന പേരായിരുന്നു എന്ത്, ഗുരുത്വാകർഷണ ബലം അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ. ഓക്കെ അല്ലേ? അപ്പൊ എന്തായിരുന്നു ഗ്രാവിറ്റേഷൻ അല്ലെങ്കിൽ ഗുരുത്വാകർഷണ ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിലെ ഏത് രണ്ട് വസ്തുക്കൾക്കിടയിലും ഉണ്ടാകുന്ന ആകർഷണ ബലത്തെ നമ്മൾ വിളിച്ച പേരായിരുന്നു ഗുരുത്വാകർഷണ ബലം എന്നത്. എന്നാൽ ഭൂമി ഒരു വസ്തുവിനെ അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നുണ്ടാ, ആ ആകർഷണ ബലത്തെ നമ്മൾ വിളിക്കാൻ പോകുന്ന പേരായിരുന്നു ഭൂഗുരുത്വം അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. ദിസ് ഇസ് ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു. ഇവർക്കിടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വ്യത്യാസം എന്ന് പറയാൻ, അല്ലെങ്കിൽ ഒരു വ്യത്യാസം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇത് രണ്ടുമാണ്. എന്തൊക്കെയായിരുന്നു, ഒന്നുകൂടെ പറ. പ്രപഞ്ചത്തിലെ ഏത് രണ്ട് വസ്തുക്കൾക്കിടയിലുമുള്ള ആകർഷണ ബലത്തെ വിളിച്ച പേരായിരുന്നു ഗുരുത്വാകർഷണ ബലമെങ്കിൽ ഈ നമ്മുടെ ഭൂമി ഒരു വസ്തുവിന്മേൽ പ്രയോഗിക്കുന്ന ബലത്തെ വിളിച്ച പേരായിരുന്നു ഭൂഗുരുത്വം, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്നുള്ളത്. ഓക്കെ അല്ലടാ? എങ്കിൽ ഈ ഗുരുത്വാകർഷണ ബലത്തിന്റെ സവിശേഷതകളാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോണേ. നോക്കൂ, പിണ്ഡമുള്ള വസ്തുക്കൾക്കിടയിൽ ഉണ്ടാകുന്ന ആകർഷണ ബലമാണ് ഗുരുത്വാകർഷണ ബലം. സോ ഇറ്റ് ഇസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അതൊരു ആകർഷണ ബലമാണ്. പിണ്ഡമുള്ള മാസുള്ള ഏത് രണ്ട് വസ്തുക്കൾക്കിടയിലും ഉണ്ടാകുന്ന ആകർഷണ ബലത്തെ നമ്മൾ വിളിക്കാൻ പോകുന്ന പേരായിരുന്നു ഗുരുത്വാകർഷണ ബലം. എന്തായിരുന്നടാ? പിണ്ഡമുള്ള ഏത് രണ്ട് വസ്തുക്കൾക്കിടയിലും ഉണ്ടാകുന്ന ആകർഷണ ബലത്തെ, ഇതിനെ ഞാൻ M1 എന്നുള്ള ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു, മറ്റൊരു വസ്തു എടുത്തിട്ട് M2 എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. എങ്കിൽ ഇവർക്കിടയിൽ ഒരു ആകർഷണ ബലം ഉണ്ടാവും. ആ ആകർഷണ ബലത്തെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്, ഗുരുത്വാകർഷണ ബലം. ഓക്കെ അല്ലേ? ഫസ്റ്റ് പോയിന്റ് വാലിഡേറ്റ് ആണ്. എന്തായിരുന്നു? പിണ്ഡമുള്ള വസ്തുക്കൾക്കിടയിൽ ഉണ്ടാകുന്ന ആകർഷണ ബലമാണ് ഗുരുത്വാകർഷണ ബലം. പോയിന്റ് നമ്പർ 2, പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തി കുറഞ്ഞ അഥവാ ദുർബലമായ ബലമാണ് എന്ത്, ഗുരുത്വാകർഷണ ബലം. പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തി കുറഞ്ഞ അല്ലെങ്കിൽ ദുർബലമായ ബലമാണ് എന്ത്, ഗുരുത്വാകർഷണ ബലം. ദുർബലമായ ബലമാണ് ഗുരുത്വാകർഷണ ബലം. ഒറ്റ പോയിന്റ് ഞാൻ അവിടെ തന്നെ ചേർത്ത് പറയുകയാണെ. ഞാൻ ഇപ്പൊ പറഞ്ഞു ഭൂമിക്കും സൂര്യനും ഇടയിലും ആകർഷണ ബലമുണ്ട്.
ഈ സൂര്യനും മറ്റു നക്ഷത്രങ്ങൾക്കിടയിലും ആകർഷണ ബലമുണ്ട്. അപ്പൊ പിന്നെ അതൊരു ഹ്രസ്വദൂര ബലമാണോ അതോ ദീർഘദൂര ബലമാണോ? ലോങ് റേഞ്ച് ഫോഴ്സ് ആണോ ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണോ? ഉറപ്പിച്ചേക്കടാ, ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്. അപ്പോ ദീർഘദൂര ബലമാണ്. എന്തായിരുന്നു? ദീർഘദൂര ബലമാണ്, ഒപ്പം തന്നെ ദുർബലമായതുമാണ്. ഓക്കെ അല്ലേ? പ്രപഞ്ചത്തിലെ മാസുള്ള ഏത് രണ്ട് വസ്തുക്കൾക്കിടയിലും ഉണ്ടാകുന്ന ആകർഷണ ബലത്തെ വിളിച്ച പേരായിരുന്നു ഗുരുത്വാകർഷണ ബലം. പോയിന്റ് നമ്പർ 1. രണ്ടാമത് പറഞ്ഞു ഏറ്റവും ദുർബലമായ ബലമാണ്, പക്ഷേ അത് ഏറ്റവും ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്, അതായത് ഒരു ദീർഘദൂര ബലമാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. ഓക്കെ ആണല്ലോടാ? ദീർഘദൂര ബലമാണ്, ഒപ്പം തന്നെ ദുർബലമായതാണ്, ശക്തി കുറഞ്ഞ ബലമാണ് എന്ത്? ഗുരുത്വാകർഷണ ബലം. 3. ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയും എല്ലാം പരിക്രമണ പാതയിൽ നിലനിർത്തുന്ന ബലമാണ് എന്ത്? ഗുരുത്വാകർഷണ ബലം. എടാ, ഒരു ഗ്രഹം ഈ പറഞ്ഞ പരിക്രമണ പാത, ഇതിപ്പോ സൂര്യനാണെങ്കിൽ ആ സൂര്യന് ചുറ്റും ഒരു ഗ്രഹം സഞ്ചരിക്കണമെങ്കിലേ അവനെ ഇങ്ങനെ ആകർഷിച്ച് പിടിച്ചിട്ടുണ്ടാവണം, ഇവനെ എന്ത് ചെയ്യണം? ചേർത്ത് ഇങ്ങനെ തന്നെ നിർത്തിയിട്ടുണ്ടാവണം. അതിന് പ്രേരണം അല്ലെങ്കിൽ അതിന് കാരണമാകുന്ന ബലം എന്ന് പറയുന്നത് ഗുരുത്വാകർഷണ ബലമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയും എല്ലാം പരിക്രമണ പാതയിൽ, അതല്ലെങ്കിൽ അവന്റെ ഓർബിറ്റിൽ തന്നെ നിലനിർത്താൻ കാരണമായ ബലമാണ് എന്ത്? ഗുരുത്വാകർഷണ ബലം എന്നുള്ളത്. വല്ല സംശയമുണ്ടോ? ഒരു കുഴപ്പമില്ലല്ലോ. അപ്പൊ ഗ്രഹങ്ങളെയും അതും അല്ലെങ്കിൽ ഉപഗ്രഹങ്ങളെയും എല്ലാം പരിക്രമണ പാതയിൽ നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ബലം ഗുരുത്വാകർഷണ ബലമാണ്. ഇനി ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഗുരുത്വ തരംഗങ്ങളുടെ അസ്തിത്വത്തെ കുറിച്ച്, എക്സിസ്റ്റൻസിനെ കുറിച്ച് ആദ്യമായി പ്രവചിച്ച ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. നമുക്ക് എപ്പോഴും ഗുരുത്വാകർഷണം ഐസക് ന്യൂട്ടനോട് എന്തായിരുന്നു നമുക്ക് റെപ്യൂട്ടേഷൻ, വളരെയധികം കടപ്പാട് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യാനാണ് നമ്മുടെ താല്പര്യം. പക്ഷെ ഒന്ന് ഓർമ്മിച്ചോ, ഗ്രാവിറ്റേഷണൽ വേവ്സിന്റെ, ഗുരുത്വ തരംഗങ്ങളുടെ അസ്തിത്വത്തെ കുറിച്ച് ആദ്യമായി പ്രവചിച്ച ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത് ആരായിരുന്നു? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഓക്കെ അല്ലടാ? ആധുനിക ഫിസിക്സിനകത്ത് അത്ര കണ്ട് കോൺട്രിബ്യൂഷൻ തന്നിരിക്കുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് എന്ത്? ഗുരുത്വ തരംഗങ്ങളുടെ അസ്തിത്വത്തെ കുറിച്ച് ആദ്യമായി പ്രവചിച്ചത്. ഓക്കെ ആണോ? എടാ, അപ്പോ 4 പോയിന്റ് ഞാൻ പറഞ്ഞേ. ഈ 4 പോയിന്റ് ഈ വെളുപ്പാങ്കാലത്ത് നമ്മൾ പഠിച്ചെടുത്തേ. എന്തോന്നായിരുന്നു ഗുരുത്വാകർഷണ ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പിണ്ഡമുള്ള ഏത് രണ്ട് വസ്തുക്കൾക്കിടയിലും ഉണ്ടാകുന്ന ആകർഷണ ബലത്തെ വിളിച്ച പേരായിരുന്നു ഗുരുത്വാകർഷണ ബലം. രണ്ടാമതായി പറഞ്ഞു അതൊരു ദുർബലമായ ബലമാണ്, പക്ഷെ അതൊരു ദീർഘദൂര ബലമാണ്. ഇറ്റ്സ് എ വീക്ക് ഫോഴ്സ്, ബട്ട് എന്തായിരുന്നു? അതൊരു ലോങ് റേഞ്ച് ഫോഴ്സ് ആണ് എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത് പറഞ്ഞു ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയും ഒക്കെ ആ പരിക്രമണ പാതയിൽ തന്നെ നിലനിർത്തുന്നുണ്ടെങ്കിൽ അതിന് കാരണമായ ബലമാണ് എന്ത്? ഗുരുത്വാകർഷണ ബലം എന്ന് പറഞ്ഞത്. ഇനി പറഞ്ഞു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആയിട്ട് പറഞ്ഞു ഗുരുത്വ തരംഗങ്ങളുടെ ഇൻ ദ സെൻസ് ഗ്രാവിറ്റേഷണൽ വേവ്സിന്റെ അസ്തിത്വത്തെ കുറിച്ച്, എക്സിസ്റ്റൻസിനെ കുറിച്ച് ആദ്യമായി പ്രവചിച്ച ശാസ്ത്രജ്ഞനാണ് ആര്? ആൽബർട്ട് ഐൻസ്റ്റീൻ. ഓക്കെ അല്ലടാ? ഇനി ഈ കിടക്കുന്നത് ഗുരുത്വാകർഷണ ബലമല്ലടാ, ഗുരുത്വമാണ്, അല്ലെങ്കിൽ ഭൂഗുരുത്വമാണ്. ഭൂഗുരുത്വം. ഓക്കെ അല്ലെ? ഭൂഗുരുത്വത്തെ പറ്റിയിട്ടാണ്. നോക്ക്, ഭൂമി എല്ലാ വസ്തുക്കളെയും അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ബലം. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ബലമാണ് എന്ത്? ഭൂഗുരുത്വം. ഓക്കെ അല്ലടാ? ഭൂഗുരുത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഭൂമി എല്ലാ വസ്തുക്കളെയും അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ബലം. ഇത്രയും കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരു പ്രശ്നവും ഇല്ലല്ലോ. എങ്കിൽ ഒരു ചെറിയ സംഗതി കൂടെ നോക്കടാ. ഈ ഗുരുത്വാകർഷണ ബലത്തെ കുറിച്ച് കൃത്യമായ ഒരു നിർവചനം നൽകുന്നത് സർ ഐസക് ന്യൂട്ടൺ ആണ്. അദ്ദേഹം ഒരു നിയമം, ഒരു ലോ, എന്തായിരുന്നു ലോ ഫോർമുലേറ്റ് ചെയ്ത് വെച്ചു. ആ നിയമത്തിന്റെ പേരായിരുന്നു സാർവിക ഗുരുത്വാകർഷണ നിയമം. എന്തായിരുന്നടാ? സാർവിക ഗുരുത്വാകർഷണ നിയമം, ഓർ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഓക്കെ അല്ലേ? യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, അതാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോണേ. സിമ്പിൾ ആണേ, വേറെ വലിയ പരിപാടിയൊന്നും നിങ്ങൾ ഓർമ്മിച്ച് കളയല്ലേ. നോക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ M1 മാസമുള്ള ഒരു വസ്തു, M2 മാസമുള്ള മറ്റൊരു വസ്തു, ആൻഡ് ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ ഫൈനൈറ്റ് ഡിസ്റ്റൻസ് d, അല്ലെങ്കിൽ ഞാനിപ്പോ തൽക്കാലം R എന്ന് എടുക്കാം. തൽക്കാലം d എന്ന് ഞാൻ എടുക്കുന്നു. അപ്പൊ M1 മാസമുള്ള ഒരു വസ്തു, M2 മാസമുള്ള മറ്റൊരു വസ്തു, അവർക്കിടയിലുള്ള അകലത്തെ ഞാൻ എന്തെന്ന് എടുക്കുന്നു? d എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. ഡിസ്റ്റൻസ്, അതിനെ ഞാൻ d എന്ന് പറയുന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. എങ്കിൽ സാർവിക ഗുരുത്വാകർഷണ നിയമം പറയുന്ന ഇതാണ്. എടാ, മാസ് കൂടിയാൽ മാസ് കൂടിയാൽ ഗുരുത്വാകർഷണ ബലം കൂടും. എന്തായിരുന്നടാ? മാസമുള്ള രണ്ട് വസ്തുക്കൾക്കിടയിലുള്ള, അത്യാവശ്യം നല്ല ഭീമാകാരമായിട്ടുള്ള മാസമുള്ള രണ്ട് വസ്തുക്കൾക്കിടയിലുള്ള ഗുരുത്വാകർഷണ ബലം ആയിരിക്കില്ല വളരെ ഫീബിൾ ആയിട്ടുള്ള മാസമുള്ള രണ്ട് വസ്തുക്കൾക്കിടയിലെ ഗുരുത്വാകർഷണ ബലം. അപ്പൊ അതിനെ കുറച്ചുകൂടെ നല്ല ഭംഗിയിൽ, അല്ലെങ്കിൽ നല്ല ഭാഷയിൽ അദ്ദേഹം പറയുന്നു, എടാ, പ്രപഞ്ചത്തിലെ ഏത് രണ്ട് വസ്തുക്കൾക്കിടയിലും ഒരു ആകർഷണ ബലം ഉണ്ട്. ആ ആകർഷണ ബലം എന്നത് വസ്തുക്കളുടെ മാസിന്റെ ഗുണനഫലത്തിന് നേരനുപാതത്തിലാണ്. എന്തായിരുന്നു? വസ്തുക്കളുടെ മാസിന്റെ ഗുണനഫലത്തിന് നേരനുപാതത്തിലാണ്. ഒപ്പം പറയുന്നു വസ്തുക്കൾക്കിടയിലെ അകലത്തിന്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലാണ്. അതിന്റെ അർത്ഥം വർഗം ഇൻ ദ സെൻസ് സ്ക്വയർ റൂട്ട് ആണ്. അപ്പൊ വേറെ ഒന്നുമല്ല, പറഞ്ഞു വന്നത് ഈ അകലം ഇരട്ടിയായാല് ആകർഷണ ബലം 4 മടങ്ങായി കുറയും. അകലം 3 മടങ്ങായാൽ ആകർഷണ ബലം 9, സ്ക്വയർ അല്ലേ, 3യുടെ സ്ക്വയർ 9 മടങ്ങായി കുറയും. അകലം 5 മടങ്ങായാലോ ആകർഷണ ബലം 25 മടങ്ങായി കുറയും. ഓക്കെ ആണല്ലോ? അപ്പൊ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, മാസ് കൂടിയാൽ ആകർഷണ ബലം കൂടും.
മാസ് കൂടിയാൽ ആകർഷണ ബലം കൂടും, അകലം കൂടിയാൽ ആകർഷണ ബലം കുറയും. ഇത് ബേസിക് ലോജിക്ക്, ഇത് നമുക്ക് അറിയാവുന്ന വസ്തുതയാണ്. രണ്ട് ആനകൾ തമ്മിൽ ചേർന്ന് വലിച്ചു പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും അവർക്കിടയിൽ ഉണ്ടാകുന്ന ആകർഷണ ബലം വളരെ കൂടുതലാണ്. എന്നാൽ രണ്ട് കുഞ്ഞു ജീവികൾ രണ്ടുപേരും പരസ്പരം കൈ കോർത്ത് പിടിക്കുകയാണെങ്കിൽ അവർക്കിടയിൽ ഉണ്ടാകുന്ന ആകർഷണ ബലം കുറവാണ്. പോയിന്റ് നമ്പർ 1. രണ്ടാമത് പറയുന്നു, എടാ വളരെ അടുത്തിരുന്ന് രണ്ടാൾക്കാർ കൈ കോർത്ത് പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് കരുതുക. ഇവരെ റിലീസ് ചെയ്യാൻ നമ്മൾ വല്ലാതെ കഷ്ടപ്പെടേണ്ടി വരും. കാരണം ആ ആകർഷണ ബലം എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിരിക്കും. എന്നാൽ അത്യാവശ്യം അകലത്തിലാണ് അവർ എന്ത് ചെയ്യുന്നത്, പിടിച്ചിരിക്കുന്നതെന്ന് കരുതുക. ഇത്തിരിയും ഡിസ്റ്റൻസിലാണ് അവന്മാർ എന്ത് ചെയ്യുന്നത്, കൈകോർത്ത് പിടിച്ചിരിക്കുന്നതെന്ന് കരുതുക. സ്വാഭാവികമായിട്ട് ആകർഷണ ബലം കുറയും. ഓക്കെ ആണല്ലോ. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കിയത് ഇതാണ്, പ്രപഞ്ചത്തിലെ ഏത് രണ്ട് വസ്തുക്കൾക്കിടയിലും ഒരു ആകർഷണ ബലമുണ്ട്. ആ ആകർഷണ ബലം വസ്തുക്കളുടെ മാസിന്റെ ഗുണനഫലത്തിന് നേരനുപാതത്തിലാണ്. പോയിന്റ് നമ്പർ 1. രണ്ടാമതായി പറഞ്ഞു, വസ്തുക്കൾക്കിടയിലെ അകലത്തിന്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലുമാണ്. ഇത് പറഞ്ഞതായിരുന്നു സാർവിക ഗുരുത്വാകർഷണ നിയമം. അതായത് എഫ്, ഫോഴ്സ് എന്ന് പറയുന്ന ആകർഷണ ബലം എന്നുള്ളത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് മാസസ്. വസ്തുക്കളുടെ മാസിന്റെ ഗുണനഫലത്തിന് നേരനുപാതം. വസ്തുക്കൾക്കിടയിലെ അകലത്തിന്റെ വർഗത്തിന് വിപരീത അനുപാതം. ഇത് രണ്ടിനെയും കൂടെ ചേർത്ത് എഴുതിയപ്പോ നമുക്കൊരു ഇക്വേഷൻ കിട്ടിയടാ. എഫ് ഇസ് ഈക്വൽ ടു, ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ നമ്മളൊരു കോൺസ്റ്റന്റ് കൊണ്ടുവന്നു, ഒരു സ്ഥിരാംഗം കൊണ്ടുവന്നു, ജി. എഫ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു m1 m2 ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ. നമ്മളിന്ന് വെളുപ്പാങ്കാലം കണ്ടത് ഈ ആളെയാണ്. ഓക്കെ, എഫ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു m1 m2 ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ എന്നുള്ളതായിരുന്നു ആ ഇക്വേഷൻ, ആ സമവാക്യം. ഓക്കെ അല്ലേ? ആ സമവാക്യത്തിനകത്ത് ഈ ജി എന്നുള്ള ആളിന്റെ പേരായിരുന്നു എന്ത്? ഗുരുത്വാകർഷണ സ്ഥിരാംഗം. എന്തായിരുന്നടാ? ഗുരുത്വാകർഷണ സ്ഥിരാംഗം എന്നാണ് ഈ പറഞ്ഞ ആളിന്റെ പേര്. ഈ ജിയുടെ മൂല്യം എന്നുള്ളത് 6.67 ഇൻറ്റു 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. ഇത് ടെംപ്ലേറ്റ് ആയിരുന്നു കേട്ടോ. ആരെടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും പറയുന്ന തരത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയായിരുന്നു. ജിയുടെ മൂല്യം 6.67 ഇൻറ്റു 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. ഗുരുത്വാകർഷണ സ്ഥിരാംഗമാണ്. പക്ഷേ ഇവിടെ യൂണിറ്റിലിട്ടാണ് നമ്മളെ കുഴച്ചത്. യൂണിറ്റ് പറഞ്ഞപ്പോഴത്തേക്കും അതിനകത്ത് ഒരു ചെറിയ ലൂപ്പ് കൂടെ അതിനകത്ത് കിടപ്പുണ്ടായിരുന്നു. ഈ ന്യൂട്ടൺ എന്നുള്ളത് ബലത്തിന്റെ SI യൂണിറ്റ് അല്ലേ? ന്യൂട്ടൺ എന്നുള്ളത് ബലത്തിന്റെ SI യൂണിറ്റ് ആണ്. അപ്പോൾ ഈ ന്യൂട്ടണെ ക്യാൻ ബി ഓൾസോ എക്സ്പ്രസ്ഡ് ആസ്, ന്യൂട്ടണെ മറ്റൊരു തരത്തിലൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്പ്രസ് ചെയ്യാം. എങ്ങനെ? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ന്യൂട്ടൺ എന്നുള്ളതിന്റെ മറ്റൊരു വെർഷൻ ആയിരുന്നു എന്ത്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നുള്ളത്. ഓക്കെ അല്ലേ? ഇതൊന്നും ഓർമ്മയിലുണ്ടാവണേ, നമുക്കിത് ആവശ്യമായിട്ട് വരും. അപ്പൊ ന്യൂട്ടന്റെ മറ്റൊരു എക്സ്പ്രഷൻ ആണ് എന്ത്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നുള്ളത്. ഓക്കെ, സോ നൗ ലിസൺ. പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. പ്രപഞ്ചത്തിലെ ഏത് രണ്ട് വസ്തുക്കൾക്കിടയിലും ഒരു ആകർഷണ ബലമുണ്ട്. ആ ആകർഷണ ബലം എന്നത് വസ്തുക്കളുടെ മാസിന്റെ ഗുണനഫലത്തിന് നേരനുപാതത്തിലാണ്. അതുപോലെ വസ്തുക്കൾക്കിടയിലെ അകലത്തിന്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലാണ്. 5 തവണ എണ്ണി പറഞ്ഞോളൂ, വിരലെണ്ണി തന്നെ പറഞ്ഞോളൂ. എഫ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു m1 m2 ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ. അല്ലെങ്കിൽ ഡിക്ക് പകരം ആർ എന്ന് പറയുന്ന അക്ഷരമാണ് നിങ്ങൾ എടുത്തതെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു m1 m2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഓക്കെ അല്ലേ? എഫ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു m1 m2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇനി പറഞ്ഞു, ആ ജിയുടെ മൂല്യം എന്ന് പറയുന്നത് m1 m2 എന്ന് പറയുന്നത് വസ്തുക്കളുടെ മാസ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ആർ എന്നുള്ളത് വസ്തുക്കൾക്കിടയിലെ അകലമാണ് എന്നുള്ള കാര്യവും നിങ്ങൾക്കറിയാം. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ ഡി എന്നുള്ളത് വസ്തുക്കൾക്കിടയിലെ അകലമാണ് എന്നുള്ള കാര്യവും നിങ്ങൾക്കറിയാം. ഇക്വേഷൻ അവസാനിപ്പിക്കുന്നു ഒന്നുകൂടെ. എഫ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു m1 m2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ, അല്ലെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു m1 m2 ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചു. ഓക്കെ അല്ലടാ? ആ ജിയുടെ മൂല്യം കൂടെ ഒന്നുകൂടെ പറയുമോ? 6.67 ഇൻറ്റു 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. ഒരു ചെറിയ കണ്ടീഷനോടെ പറഞ്ഞു, എന്നിനെ മറ്റൊരു രീതിയിലും കൂടെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. എൻ എന്നുള്ളത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഇത്രയാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നൗ ലിസൺ, ഇവിടുന്ന് എങ്ങനെ ചോദ്യം വരാം എന്നുള്ളതാണ് ദാ കിടക്കുന്ന ചോദ്യം. എടാ, രണ്ട് വസ്തുക്കളിൽ ഒന്നിന്റെ പിണ്ഡം ഇരട്ടിയായാൽ ആകർഷണ ബലത്തിന് സംഭവിക്കുന്ന വ്യത്യാസം, അല്ലെങ്കിൽ അപകർഷണ ബലത്തിന് സംഭവിക്കുന്ന മാറ്റം ഒന്നുമില്ല. നമുക്കിപ്പോൾ അറിയാവുന്ന ഇക്വേഷൻ ഞാൻ നല്ല ബോൾഡ് ആയിട്ട് എഴുതി വയ്ക്കുന്നു. എഫ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു m1 m2 ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ, അല്ലെങ്കിൽ ആർ സ്ക്വയർ. ഞാനിപ്പോൾ ഡി എടുത്തതുകൊണ്ട് ഡി എന്ന് എഴുതി. എഫ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു m1 m2 ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ. ഞാൻ ചെയ്യുന്ന ഒരു രീതി നോക്കേ, നിങ്ങൾക്ക് അത് കുറച്ച് എളുപ്പമാണെങ്കിൽ ഇത് കരുതിയാൽ മതി. ഓക്കെ, അപ്പൊ ചോദ്യത്തിൽ തന്നിരിക്കുന്ന കാര്യം എന്തോന്നാ? രണ്ട് വസ്തുക്കളിൽ ഒന്നിന്റെ മാസ് അല്ലെങ്കിൽ ഒന്നിന്റെ പിണ്ഡം ഇരട്ടിയായാൽ, അതായത് ഒന്നാമത്തെ വസ്തുവിന്റെ മാസിന് മാറ്റമില്ലല്ലോ, m1 ഈക്വൽ ടു m1. രണ്ടാമത്തെ രണ്ട് വസ്തുക്കളിൽ ഒന്നിന്റെ ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യം പോലെ. രണ്ടാമത്തെ വസ്തു m2, അതിന്റെ മാസ് ഇരട്ടിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m2 എന്തായി? 2m2 ആയി എന്നല്ലേ? അതെ, 2m2 ആയി. ഓക്കെ, അകലത്തിന് വല്ല വ്യത്യാസവും പറഞ്ഞിട്ടുണ്ടോ ചോദ്യത്തിൽ? ഇല്ല. അപ്പൊ ഡി എന്ത് തന്നെയാണ്? ഡി തന്നെയാണ്, മാറ്റമില്ല. ഈ മൂന്ന് വാല്യൂസിനെ മുകളിൽ തന്നിരിക്കുന്ന ഇക്വേഷനകത്ത് ഒന്ന് കൊടുത്തു നോക്കിയാലോ? നോക്കാം എന്ത് വരും. എഫ് ഇസ് ഈക്വൽ ടു ജിക്ക് മാറ്റമില്ല, m1ന് മാറ്റമില്ല, m2നാണ് മാറ്റം ഉള്ളത്. m2 എന്തായി? 2m2 ആയി എന്നാണ്. പിന്നെ ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ.
അതിൽ ആ 2 എന്ന് പറയുന്ന സംഗതി മാത്രമാണ് പുതുതായിട്ട് വന്നത്, ശരിയല്ലേ? പുതിയൊരു അതിഥിയായിട്ട് വന്നിട്ടുള്ളത് 2 മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷനെ നമുക്കൊന്ന് റീറൈറ്റ് ചെയ്ത് നോക്കാം. എഫ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ജി എം വൺ എം ടു ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ. ഈ ജി ഇൻറ്റു എം വൺ എം ടു ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ അല്ലടാ എഫ്, ഇതാ മുകളിൽ കിടക്കുന്ന എഫ്. അതിന്റെ അർത്ഥം എന്തായിരുന്നു? എഫ് ബിക്കംസ് 2f. എഫ് എന്തായി? 2f ആയി. മനസ്സിലായോ എന്തോ? ഒരു തവണ കൂടെ ഞാൻ ചോദ്യം, അല്ലെങ്കിൽ ഈ ചോദ്യമല്ല, ഇതിന്റെ ചെറിയൊരു മാറ്റം വരുത്തി ഞാൻ മറ്റൊരു ചോദ്യം കൂടെ പറയാം. നോക്ക്, ഒരു വസ്തുവിന്റെ മാസ് 3 മടങ്ങായി എന്ന് പറയുന്നു. വസ്തുക്കളിൽ ഒന്നിന്റെ മാസ് 3 മടങ്ങായി. അതായത് M1 എത്രയായി? 3M1 ആയി. മറ്റൊന്നിനും മാറ്റമില്ല. M2 M2 തന്നെയായിട്ട് തുടരുന്നു, D തന്നെയായിട്ട് തുടരുന്നു. അപ്പോൾ ഈ പറഞ്ഞ സംഗതി ഈ പാറ്റേണിലേക്ക് ഞാൻ എഴുതി മാറ്റി. നൗ ഈ ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. F is equal to G into M1 പകരം 3M1 into M2 മാറ്റമില്ല, M2 ഡിവൈഡഡ് ബൈ D സ്ക്വയർ. ദാറ്റ് ഈസ് ആകെ വ്യത്യാസമുള്ള അല്ലെങ്കിൽ പുതുമുഖമായിട്ടുള്ള ഒരേ ഒരാളെ ഇതിനകത്തുള്ളൂ. അതാരായിരുന്നു? ആ 3 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ മാറി? F is equal to 3 മാത്രം ഞാൻ ഒന്ന് പുറത്തേക്ക് എടുത്ത് എഴുതുകയാണ്. 3 into GM1 M2 ഡിവൈഡഡ് ബൈ D സ്ക്വയർ അല്ലേ? ദാറ്റ് ഈസ് G into M1 M2 ഡിവൈഡഡ് ബൈ D സ്ക്വയർ ആസ് യു ഓൾറെഡി നോ, അത് F ആണ്. അതായത് F എത്രയായി? 3F ആയി. 3 മടങ്ങായി കൂടി എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഈ ചോദ്യത്തിന്റെ ഉത്തരവല്ലേ, ഞാൻ മറ്റൊരു രീതിയിൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഈ ലെവലിൽ നിങ്ങൾക്ക് ഇതിനെ ക്രാക്ക് ചെയ്യാൻ കഴിയില്ലേ? വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ? പറഞ്ഞ കാര്യം അതല്ലെങ്കിൽ ഇതിനകത്ത് നിന്ന് ജനറലൈസ് ചെയ്ത് നമുക്ക് ഒരു കാര്യം കൂടെ പറയാം. മാസ്, വസ്തുക്കളിൽ ഒന്നിന്റെ മാസ് ഇരട്ടിയായാൽ ആകർഷണ ബലവും ഇരട്ടിയാവും. വസ്തുക്കളിൽ ഒന്നിന്റെ മാസ് 10 മടങ്ങായാൽ ആകർഷണ ബലവും 10 മടങ്ങാവും. വസ്തുക്കളിൽ ഒന്നിന്റെ മാസ് പകുതിയായാൽ ആകർഷണ ബലവും പകുതിയാവും. അപ്പൊ ആ പ്രോഗ്രഷനിൽ തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ എത്തുന്ന ഇൻഫറൻസ്. രണ്ട് വസ്തുക്കളുടെ മാസ് ഇരട്ടിയായാലോ? കണ്ടീഷൻ ഇതാണ്. അതല്ലെങ്കിൽ ഞാൻ ചോദ്യം പരിഷ്കരിച്ച് പറയുന്നു. 2 വസ്തുക്കളുടെ മാസ് ഇരട്ടിയായി എന്ന് കരുത്. ഓക്കെ, 2 വസ്തുക്കളുടെ മാസ് ഇരട്ടിയായി എന്ന് കരുത്. അതായത് M1 എന്തായി? 2M1 ആയി. M1 ആയി. M2 2M2 ആയി. 2 വസ്തുക്കളുടെ മാസ് ഇരട്ടിയായി എന്നാണ് പറയുന്നത്. ഓക്കെ, സോ M1 M2നും മാറ്റമുണ്ട്. 2M1 2M2 ആയി. D എന്നുള്ളത് മാറ്റമില്ലാതെ തുടരുന്നു, D തന്നെയായിട്ട് തുടരുന്നു. അങ്ങനെയാണെങ്കിൽ F is equal to G into 2M1 into 2M2 divided by D square, right? കറക്റ്റ് അല്ലേ? അതിനകത്ത് പുതുതായിട്ട് വന്ന 2 ആൾക്കാരെന്ന് പറയുന്നത് ഈ 2 2 ആണ്. അവന്മാരെ ഞാനൊന്ന് പുറത്തേക്ക് എടുത്ത് എഴുതുന്നു. ദാറ്റ് ഇസ് F is equal to 2 into G into M1 M2. ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് എനിക്കറിയാം, നിങ്ങൾ ഇതിനോടൊപ്പം കണക്ട് ചെയ്ത് കാണും. അതിന്റെ അർത്ഥം എന്തായിരുന്നു? 4F. F എന്തായി? 4 മടങ്ങായി കൂടി. മാസിന് വരുന്ന വ്യത്യാസങ്ങൾ ഗുണിച്ചെഴുതിയാൽ മതിയെന്ന്. മാസ്, ഒരു വസ്തുവിന്റെ മാസ് ഇരട്ടിയായി, മറ്റൊരു വസ്തുവിന്റെ മാസ് 3 മടങ്ങായി. 2 into 3 6, 6 മടങ്ങായി ആകർഷണ ബലം കൂടും. ഒരു വസ്തുക്കളിൽ ഒന്നിന്റെ മാസ് 5 മടങ്ങായി, മറ്റൊരു വസ്തുവിന്റെ മാസ് ഞാൻ പറയുന്നു 3 മടങ്ങായി. ഒരു വസ്തുവിന്റെ മാസ് 5 മടങ്ങായി, മറ്റൊരു വസ്തുവിന്റെ മാസ് 3 മടങ്ങായി. നിങ്ങൾ ചെയ്യേണ്ടത് എന്തോന്നാ? 5 into 3 15 മടങ്ങായി ആകർഷണ ബലം കൂടി. ഈ ലെവലിൽ ചിന്തിക്കാൻ പറ്റൂലേ? അത്ര കണ്ട് എളുപ്പമല്ലേ? ഒരു പ്രശ്നവും ഇല്ലല്ലോ. അപ്പൊ ഈ ഏരിയക്കകത്ത് നിന്നുള്ള ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യുന്നു. മറ്റൊരു ചോദ്യം എന്താ കിടപ്പുണ്ടേ? വസ്തുക്കൾക്കിടയിലെ അകലം ഇരട്ടിയായാൽ ആകർഷണ ബലത്തിന് സംഭവിക്കുന്ന വ്യത്യാസം എന്താണ്? മാസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഡീറ്റെയിൽ ആയിട്ട് വിശദമായിട്ട് തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഇവിടെ ചോദ്യം ഇതാണ്: വസ്തുക്കൾക്കിടയിലെ അകലം ഇരട്ടിയായാൽ ആകർഷണ ബലത്തിന് സംഭവിക്കുന്ന വ്യത്യാസം. ഇക്വേഷൻ ഞാൻ ഒന്നുകൂടെ എഴുതി വെക്കുന്നു നിങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. F is equal to G into M1 M2 divided by D square, right? F is equal to G into M1 M2 divided by D square. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്തോന്നാ? അകലം ഇരട്ടിയായി എന്ന് പറഞ്ഞാൽ D 2D ആയി എന്നല്ലേ അർത്ഥം? അല്ലെ? D is equal to 2D ആയി എന്നല്ലേ അർത്ഥം? ഇക്വേഷനകത്തേക്ക് M1 മാറ്റമില്ല, M1 M1 തന്നെയാണ്. M2 മാറ്റമില്ല, M2 M2 തന്നെയാണ്. ഇക്വേഷനകത്ത് കൊടുക്കാം F is equal to G into M1 M2 divided by D ക്ക് പകരം 2D the whole square, right? 2D the whole square. ഈ സ്ക്വയർ രണ്ടുപേർക്കും ബാധകമായതുകൊണ്ട് ഒരു സ്റ്റെപ്പ് കൂടെ ഞാൻ എഴുതാം. F is equal to G into M1 M2 divided by 2D square. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അകത്തേക്ക് കൊടുക്കുമ്പോഴത്തേക്ക് എന്തായി? 4D square. അപ്പൊ ഇവിടെ നമുക്ക് പരിചയമില്ലാത്ത ഒരേ ഒരാള് F is equal to G into M1 M2 divided by D square എന്ന് പറയുന്ന നമ്മുടെ ഇക്വേഷന്റെ അകത്ത് പരിചയമില്ലാത്ത ഒരേ ഒരു പുതുമുഖം മാത്രമേ ഉള്ളൂ. അതാരാ അത്? 4 ആണോ? അല്ല, താഴെ ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത്, ശരിയല്ലേ? അപ്പൊ 1/4 ആണ്. സോ ഇക്വേഷൻ ക്യാൻ ബി റീറിട്ടൺ ആസ് F is equal to 1/4 into G M1 M2 divided by D square. ഓക്കെ, അതിന്റെ അർത്ഥം എന്തോന്ന്? F becomes, F എന്തായി? 1/4 F ആയി. F 4 മടങ്ങായി കുറഞ്ഞു. F/4 ആയി, 4 മടങ്ങായി കുറഞ്ഞു എന്നുള്ളതാണ് അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതിന്റെ അകത്ത് നിന്ന് തന്നെ നമ്മൾ പറഞ്ഞ കാര്യം ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. എടാ, മാസ് കൂടിക്കഴിഞ്ഞാൽ ആകർഷണ ബലം കൂടും. മാസ് കൂടിക്കഴിഞ്ഞാൽ ആകർഷണ ബലം കൂടും. മാസ് കുറഞ്ഞു കഴിഞ്ഞാൽ ആകർഷണ ബലം കുറയുകയും ചെയ്യും. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, നേർ അനുപാതത്തിലാണ് എന്ന് പറഞ്ഞു. ഇനി അത് എങ്ങനെ കൂടിയാലും കണ്ടെത്താനുള്ള മാർഗവും നമുക്കിപ്പോൾ അറിയാം.
ഒരു വസ്തുവിന്റെ മാസ് ഇരട്ടിയായാൽ ആകർഷണ ബലം ഇരട്ടിയാവും. വസ്തുക്കളിൽ ഒന്നിന്റെ മാസ് 10 മടങ്ങായാൽ ആകർഷണ ബലവും 10 മടങ്ങാവും. വസ്തുക്കളിൽ ഒന്നിന്റെ മാസ് 100 മടങ്ങായാൽ ആകർഷണ ബലവും 100 മടങ്ങാവും. ഇത് നമുക്ക് അറിയാവുന്ന വസ്തുത. രണ്ട് വസ്തുക്കളുടെയും മാസ് ഇരട്ടിയായാൽ ആ 2 into 2 ആണ് ഉത്തരം 4. രണ്ട് വസ്തുക്കളുടെയും മാസ് 3 മടങ്ങായാൽ 3 into 3 9 ആണ് ഉത്തരം. രണ്ട് വസ്തുക്കളുടെയും മാസ് 5 മടങ്ങായാൽ 5 into 5 = 25 മടങ്ങായി ആകർഷണ ബലം കൂടും എന്നുള്ളതാണ് ഉത്തരം. അപ്പൊ ആദ്യത്തെ സെറ്റ് നമ്മൾ അവിടെ അവസാനിപ്പിക്കുന്നു. രണ്ടാമത്തെ കാര്യമായിട്ട് പറഞ്ഞു, വസ്തുക്കൾക്കിടയിലെ അകലം കൂടുന്നതിനനുസരിച്ച് ആകർഷണ ബലം എന്ത് ചെയ്യും? കുറയുമെന്ന് പറഞ്ഞു. ഇനി എങ്ങനെ കുറയുമെന്നാ പറഞ്ഞേ? സ്ക്വയർ ടൈംസ് ആയിട്ട് കുറയുമെന്നാണ് പറഞ്ഞത്. വസ്തുക്കൾക്കിടയിലെ അകലം ഇരട്ടിയായാൽ 2ന്റെ സ്ക്വയർ 4 മടങ്ങായി കുറയും. വസ്തുക്കൾക്കിടയിലെ അകലം 5 മടങ്ങായാൽ 5ന്റെ സ്ക്വയർ 25 മടങ്ങായി കുറയും. വസ്തുക്കൾക്കിടയിലെ അകലം 10 മടങ്ങായാൽ 10ന്റെ സ്ക്വയർ 100 മടങ്ങായി കുറയും. ഈ രീതിയിൽ നിങ്ങൾ ഇത് പഠിച്ചെടുത്തു. ഓക്കെ അല്ലടാ? ഇനി ഒരു കണക്കായിട്ട് തന്നെയാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ അത് ഈസി ആയിട്ട് എന്ത് ചെയ്യും? ഇക്വേഷന്റെ മേളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്യും. ഇപ്പോഴും നമുക്ക് അറിയാവുന്ന വസ്തുത എന്തോന്നാ? F is equal to G into M1 M2 divided by D square എന്ന് പറയുന്ന ഇക്വേഷന്റെ അകത്ത് G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുത്വാകർഷണ സ്ഥിരാങ്കമാണ്. ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിന്റെ മൂല്യം നിങ്ങൾക്കറിയാം. 6.67 into 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ആണ്. M1 ഉം M2 ഉം വസ്തുക്കളുടെ മാസ് ആണ്. D എന്നുള്ളത് ആ ഡിക്ക് പകരം R എന്ന് പറയുന്ന അക്ഷരവും നമുക്ക് ഉപയോഗിക്കാം. D എന്നുള്ളത് അകലമാണ്. വസ്തുക്കൾക്കിടയിലെ അകലത്തെയാണ് നമ്മൾ D എന്ന് പറയുന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിച്ചത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമല്ലോടാ? വേറെ യാതൊരു തരത്തിലുള്ള പ്രശ്നമില്ലല്ലോ. എങ്കിൽ ഒരു ചെറിയ സംഗതി കൂടെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ ചോദ്യത്തിലേക്ക് കിടക്കാം. നോക്കൂ, ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ സ്ഥിതി ചെയ്യുമ്പോഴാണ്. ഒരു വസ്തുവിന് ഏറ്റവും ഉയർന്ന ഗുരുത്വാകർഷണ ബലത്തിന്റെ മൂല്യം അനുഭവപ്പെടുന്നത് എവിടെ വെച്ചിട്ടാ? ഭൂമിയുടെ ഉപരിതലത്തിൽ ഇരിക്കുമ്പോഴാണ്. അവിടെ ഒരു ചെറിയ സംഗതി നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഇപ്പോ ഗുരുത്വാകർഷണ ബലത്തിൽ നിന്ന് ഗുരുത്വത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്, ഭൂഗുരുത്വത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഒന്ന് മനസ്സിലാക്കിക്കോ, ഭൂമിയുടെ ഉപരിതലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വസ്തുവിന് മേല് ഭൂമി പ്രയോഗിക്കുന്ന ബലത്തെയാണ് വേണമെങ്കിൽ നമുക്ക് വസ്തുവിന്റെ ഭാരം എന്ന് വിളിക്കാൻ കഴിയുന്നത്. എടാ, എന്നെ ഇവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട് എന്നിലേക്ക് എത്രമാത്രം ബലമാണോ ഭൂമി പ്രയോഗിക്കുന്നത് അതാണ് എന്റെ ഭാരം. ഓക്കെ അല്ലേ? ഓരോ വസ്തുക്കളുടെയും ഭാരം എന്നത് ഭൂമി പ്രയോഗിക്കുന്ന ബലമാണ്. ഞാനത് ഓറായിട്ട് പറയാണ്, ഈ പോയിന്റിനോട് ചേർത്ത് പറയാണ്. ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണം അനുഭവപ്പെടുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ സ്ഥിതി ചെയ്യുമ്പോഴാണ് എന്ന് പറഞ്ഞു. അതിന്റെ മറ്റൊരു അർത്ഥവും കൂടെ ഞാൻ പറഞ്ഞു. എടാ, ഭൂമി ഒരു വസ്തുവിന്മേൽ പ്രയോഗിക്കുന്ന ബലമാണ് എന്ത്? ആ വസ്തുവിന്റെ ഭാരം എന്നുള്ളത്. അപ്പൊ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ പഠിച്ചോ, ഒരു വസ്തുവിന് ഭൂമിയുടെ ഉപരിതലത്തിൽ സ്ഥിതി ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഭാരം ഉണ്ടാകുന്നത്. അതിന്റെ അർത്ഥം എന്തായിരുന്നു? ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോയാലും ശരി, ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് താഴേക്ക് പോയാലും ശരി, വസ്തുവിന്റെ ഭാരം കുറയുന്നു. ഓക്കെ അല്ലേ? ഒരു വസ്തുവിനെ എടുത്തുയർത്തിയാലും ശരി, കുഴിച്ച് താഴേക്ക് കൊണ്ടുപോയാലും ശരി തന്നെ ഭൂമിയുടെ ഉപരിതലത്തിലുള്ളതിനേക്കാൾ ഭാരം കുറവായിരിക്കും അനുഭവപ്പെടുക. ഓക്കെ അല്ലേ? അതിനെ ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ ഒതുക്കി വെച്ചിരിക്കുകയാണ്. എന്തായിരുന്നു? ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ സ്ഥിതി ചെയ്യുമ്പോഴാണ് എന്നാണ് പറഞ്ഞു വെച്ചത്. അതിന്റെ അർത്ഥം ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോയാലും ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് അകത്തേക്ക് പോയാലും വസ്തുവിന്റെ ഭാരം കുറവായിരിക്കും അനുഭവപ്പെടുക. ഓക്കെ, നൗ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് താഴേക്ക് പോയാലും മുകളിലേക്ക് പോയാലും ഗുരുത്വാകർഷണ ബലം കുറയുന്നു. കൂടെ തന്നെ ഞാൻ എഴുതുന്നു, വസ്തുവിന്റെ ഭാരവും കുറയുന്നു. ഓക്കെ, ഇനി പറഞ്ഞു, ഭൂകേന്ദ്രത്തിൽ ഗുരുത്വാകർഷണ ബലത്തിന്റെ അളവ് 0 ആയിരിക്കും. ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് പോകുന്ന സമയത്ത് ഗുരുത്വാകർഷണ ബലത്തിന്റെ അളവ് എന്തായിരിക്കും? 0 ആയിരിക്കും എന്നുള്ള വസ്തുത കൂടെ ഇതിനോട് ചേർത്ത് തന്നെ ഓർമ്മിക്കണം. ഓക്കെ അല്ലേ? ഇതിന് ശരിക്കും അവിടെ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അകത്തേക്ക് പോകുന്നതിനനുസരിച്ച് ഈ ഭൂകേന്ദ്രത്തിൽ എത്തുമ്പോഴത്തേക്കും വസ്തുവിനെ എല്ലാ ഭാഗത്തേക്കും എന്ത് ചെയ്യുന്നുണ്ട്? തുല്യമായി ആകർഷിക്കപ്പെടുന്നുണ്ട്. വസ്തു എല്ലാ ഭാഗത്തേക്കും തുല്യമായി ആകർഷിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ ഗുരുത്വാകർഷണ ബലത്തിന്റെ അളവ് ഭൂകേന്ദ്രത്തിൽ 0 ആയിരിക്കും. ഒന്നുകൂടെ പറയാം, ഭൂമിയുടെ കാര്യം എടുത്തു, ഭൂഗുരുത്വത്തിന്റെ കാര്യമാണ് ശരിക്കും ഇവിടെ നമ്മൾ പറഞ്ഞത്. എടാ, ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്നത് എവിടെ ഇരിക്കുമ്പോഴാ? ഭൂമിയുടെ ഉപരിതലത്തിൽ ഇരിക്കുമ്പോഴാണ്. ഓർ ഇൻ അതർ വേർഡ്സ് നമ്മൾ പറഞ്ഞ എന്തെന്നായിരുന്നു? എടാ, ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ സ്ഥിതി ചെയ്യുമ്പോഴാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് വസ്തുവിനെ എടുത്തുയർത്തിയാലും ശരി, ഉപരിതലത്തിൽ നിന്ന് താഴേക്ക് അകത്തേക്ക് പോയാലും ശരി തന്നെ വസ്തുവിന് ഭാരക്കുറവായിരിക്കും അനുഭവപ്പെടുക എന്നുള്ള കാര്യം പറഞ്ഞു. ഇനി പറഞ്ഞു, ഭൂകേന്ദ്രത്തിൽ ഇരിക്കുമ്പോഴാണ് ഒരു വസ്തുവിന് അല്ലെങ്കിൽ എന്താണ് 0 ഭാരം, അല്ലെങ്കിൽ വസ്തുവിന് ഭാരമില്ലായ്മ അനുഭവപ്പെടുന്നത്. അതിനൊരു കാരണവും കൂടെ പറഞ്ഞു. ഭൂകേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ വസ്തുവിനെ എല്ലാ ഭാഗത്തേക്കും തുല്യമായി ആകർഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതിന്റെ ശരിയായ എക്സ്പ്ലനേഷൻ. ഓക്കെ ആണല്ലോ? എടാ, ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ള കാര്യം നമുക്കൊന്ന് അന്വേഷിച്ചിറങ്ങാം. ഇതിനകത്ത് വേറെ വലിയ പരിപാടികളൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ഞാൻ ഒന്നുകൂടെ കൺസൈസ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങളൊന്ന് അബ്സ്ട്രാക്ട് ആയിട്ട് പറയാം. എടാ, മാസുള്ള ഏത് രണ്ട് വസ്തുക്കൾക്കിടയിലും ഉണ്ടാകുന്ന ആകർഷണ ബലത്തെ നമ്മൾ വിളിച്ച പേരായിരുന്നു? പിണ്ഡമുള്ള ഏത് രണ്ട് വസ്തുക്കൾക്കിടയിലും ഉണ്ടാകുന്ന ആകർഷണ ബലത്തെ പറഞ്ഞ പേരായിരുന്നു? ഗുരുത്വാകർഷണ ബലം.
രണ്ടാമത് പറഞ്ഞു അത് ഏറ്റവും ദുർബലമായ അടിസ്ഥാന ബലങ്ങളിലായാലും അല്ലെങ്കിൽ ബലങ്ങളിലായാലും ഏറ്റവും ദുർബലമായ ബലമാണ് എന്ത്? ഗുരുത്വാകർഷണ ബലം. പക്ഷെ അതൊരു ദീർഘദൂര ബലമാണ്. ഇറ്റ്സ് എ ലോങ് റേഞ്ച് ഫോഴ്സ് എന്നുള്ള കാര്യം പറഞ്ഞു. ഗ്രഹങ്ങളെയും അല്ലെങ്കിൽ ഉപഗ്രഹങ്ങളെയും ഒക്കെ പരിക്രമണ പാതയിൽ നിലനിർത്താൻ സഹായിക്കുന്ന ബലമാണ് എന്ത്? ഗുരുത്വാകർഷണ ബലം എന്ന് പറഞ്ഞു. ഇനി ഭൂമി ഒരു വസ്തുവിനെ അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ബലം, അല്ലെങ്കിൽ ഒരു വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ബലത്തെ നമ്മൾ വിളിച്ച പേരായിരുന്നു ഭൂഗുരുത്വം എന്ന് പറയുന്നത്. ഓക്കെയാണ്. ശേഷം പറഞ്ഞു ഈ ഗുരുത്വാകർഷണ ബലത്തിന്റെ അല്ലെങ്കിൽ ഗുരുത്വ തരംഗങ്ങളുടെ അസ്തിത്വത്തെ കുറിച്ച് ആദ്യമായി പ്രവചിച്ച ശാസ്ത്രജ്ഞന്റെ പേര് എന്തായിരുന്നു? ആൽബർട്ട് ഐൻസ്റ്റീൻ എന്നാണ്. ഗുരുത്വ തരംഗങ്ങളുടെ അസ്തിത്വത്തെ കുറിച്ച് ആദ്യമായി പ്രവചിച്ച ശാസ്ത്രജ്ഞന്റെ പേര് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്നാണ്. പിന്നീട് പറഞ്ഞത് സാർവിക ഗുരുത്വാകർഷണ നിയമം. സർ ഐസക് ന്യൂട്ടൺ ഫ്രെയിം ചെയ്ത ഗുരുത്വാകർഷണ നിയമത്തെ കുറിച്ച് പറഞ്ഞു. അതെന്താ പറഞ്ഞേ? പ്രപഞ്ചത്തിലെ ഏത് രണ്ട് വസ്തുക്കൾക്കിടയിലും ഒരു ആകർഷണ ബലമുണ്ട്. ആ ആകർഷണ ബലം എന്നത് വസ്തുക്കളുടെ മാസിന്റെ ഗുണനഫലത്തിന് നേർ അനുപാതത്തിലാണ്, വസ്തുക്കൾക്കിടയിലെ അകലത്തിന്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലുമാണ്. അവിടുന്ന് നമുക്കൊരു ഇക്വേഷൻ കിട്ടി. F is equal to G into M1 M2 divided by D square എന്നുള്ളതായിരുന്നു ഇക്വേഷൻ. F is equal to G into M1 M2 divided by D square. ഓക്കെ അല്ലേ? ശേഷം പറഞ്ഞു അവിടെ വേണമെങ്കിൽ ഒരു ചെറിയ റീപ്ലേസ്മെന്റ് വരുത്തി ഭൂഗുരുത്വത്തെ കുറിച്ചുകൂടെ സംസാരിക്കാം. വിശദമായിട്ടുള്ള വൈഡർ ആയിട്ടുള്ള ടോപ്പിക്കാണ്. എന്ത് തന്നെയായിരുന്നു നോക്കടാ? ഇപ്പൊ പറഞ്ഞത് ആസ്പെക്ട് ഇങ്ങനെയായിരുന്നു. രണ്ട് വസ്തുക്കൾ M1 M2 മാസ്, ഇവർക്കിടയിലുള്ള അകലം D. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ F is equal to G into M1 M2 divided by D square എന്നല്ലേ നമ്മൾ പറഞ്ഞത്. ഇനി ഭൂമിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാലേ ഭൂമിയിൽ നിന്ന് ഭൂകേന്ദ്രത്തിലേക്കാണ് ആകർഷിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ആ അകലത്തെ നമുക്ക് വേണമെങ്കിൽ ഈ R എന്നുകൊണ്ട് സൂചിപ്പിക്കാം. ഓക്കെ, ഭൂമിയുടെ ആരം എന്നുള്ള അടിസ്ഥാനത്തിൽ നമുക്ക് സൂചിപ്പിക്കാം R. അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരും? F is equal to G into M1 M2 divided by R square എന്നും എഴുതാം എന്നുള്ള കാര്യമാണ് പറഞ്ഞു വെച്ചത്. അവിടുന്ന് പറഞ്ഞു ഈ ഗുരുത്വാകർഷണ ബലത്തിന്റെ അല്ലെങ്കിൽ ഗുരുത്വാകർഷണ ബലത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം കാണിക്കുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ ഇരിക്കുമ്പോഴാണ്. ഉപരിതലത്തിൽ നിന്ന് എടുത്തുയർത്തിയാലും താഴേക്ക് പോയാലും ശരി തന്നെ ജിയുടെ മൂല്യം കുറയുമെന്ന് എഫിന്റെ മൂല്യം എന്തായിരുന്നു? ആകർഷണ ബലത്തിന്റെ മൂല്യം കുറയുമെന്നുള്ള വസ്തുത കൂടെ നമ്മൾ പറഞ്ഞു. ജി സ്ഥിരാങ്കമാണ് അല്ലെ? ഗുരുത്വാകർഷണ സ്ഥിരാങ്കമാണ്. ഓക്കെ അല്ലേ? ഇനി ഭൂകേന്ദ്രത്തിലിരിക്കുമ്പോൾ ഗുരുത്വാകർഷണ ബലം 0 എന്നുള്ള വസ്തുത കൂടെ നമ്മൾ ചേർത്താണ് വായിച്ചത്. എങ്കിൽ ഇനി നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക് കടക്കാം. PSCയുടെ PYQ ആണ് ഇന്ന് നമ്മൾ ഏറ്റവും നന്നായിട്ട് മനോഹരമായിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നോക്കൂ, പ്രപഞ്ചത്തിലെ ഓരോ കണികയും മറ്റെല്ലാ കണികകളെയും ഈ സമവാക്യം F is equal to G into M1 M2 divided by R square എന്ന ശക്തിയോടെ ആകർഷിക്കുന്നു എന്ന് ന്യൂട്ടന്റെ സാർവത്രിക ഗുരുത്വാകർഷണ നിയമം പ്രസ്താവിക്കുന്നു. ഇതില് G, R എന്നിവ ആരൊക്കെയാണ് എന്നുള്ളതാണ്. എല്ലായിടത്തും ഗുരുത്വാകർഷണം മൂലമുള്ള നമുക്കിപ്പോ ഓരോ ഓപ്ഷനായിട്ട് അനലൈസ് ചെയ്യാം. അവിടെ നിൽക്കട്ടെ. ബി, ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം. അത് സ്മോൾ ലെറ്റർ G കൊണ്ടല്ലേടാ സൂചിപ്പിക്കണേ. അപ്പൊ ഈ ഓപ്ഷൻ അല്ല. ഇനി ഗുരുത്വാകർഷണ സ്ഥിരാങ്കം, അതെ G ആണ്. ഇനി കണികകളുടെ ആരം അല്ല, R എന്ന് പറയുന്ന അക്ഷരം സൂചിപ്പിക്കുന്നത്. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ആ ഓപ്ഷനും അല്ല. ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം, അത് കണ്ടപ്പോൾ തന്നെ ആ ഓപ്ഷനും അല്ല എന്ന് നമ്മൾ ഉറപ്പിച്ചു. ഇനി അവശേഷിക്കുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. അതിനകത്ത് ഒന്ന് ശ്രദ്ധിച്ചോ, ന്യൂട്ടോണിയൻ ഗുരുത്വാകർഷണ സ്ഥിരാങ്കം, അതായത് G ആണ്. ജിയുടെ മൂല്യം അത് തന്നെയാണ്. ഇനി ഞാൻ പിണ്ഡകേന്ദ്രങ്ങൾ തമ്മിലുള്ള ദൂരം, വസ്തുക്കളുടെ പിണ്ഡകേന്ദ്രങ്ങൾ തമ്മിലുള്ള ദൂരത്തെയാണ് നമ്മൾ R എന്ന് പറയുന്ന അക്ഷരം കൊണ്ട് ഇവിടെ സൂചിപ്പിച്ചത്. സോ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ശരിയായ ഉത്തരം. ഇനി ഞാൻ പറഞ്ഞ ആ ലൂപ്പ് എന്താണെന്ന് അറിയാമോ? ഇതാണ് ആ സംഗതി. നമ്മൾ പറഞ്ഞു ജിയുടെ മൂല്യം എത്രയായിരുന്നു? G is equal to 6.67 into 10 raised to -11. അതുവരെ ഇവിടെയും ഉണ്ട്. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ കിടക്കുന്നത് നോക്കടാ, മീറ്റർ ക്യൂബ് കിലോഗ്രാം റൈസ് ടു -1 സെക്കൻഡ് റൈസ് ടു -2 എന്നുള്ളതാണ്. അതിന്റെ കാര്യം വേറെ ഒന്നും അല്ല. ന്യൂട്ടന് പകരം ഇവിടെ ഇവർ ഉപയോഗിച്ചിരിക്കുന്ന എന്തായിരുന്നു? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. ഓക്കെ അല്ലേ? ആ യൂണിറ്റിനെ ആണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതാവുമ്പോഴത്തേക്കും ക്യാൻസലേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള മീറ്റർ ക്യൂബ് കിലോഗ്രാം റൈസ് ടു -1 സെക്കൻഡ് റൈസ് ടു -2 എന്നുള്ളതാണ്. ഓപ്ഷൻ നമ്മളെ ചുമ്മാ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. മറ്റേ നീർക്കുമിളയായിരുന്നു. നമ്മളൊരു ചെറിയ കുത്തു കൊടുത്ത് അതിനങ്ങ് പൊട്ടിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഈ പറഞ്ഞ ഏരിയക്കകത്ത് നിന്നുള്ള എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യണം? കമന്റ് സെഷന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, അത് ഓപ്പൺ ആയിട്ട് കിടക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിനകത്ത് എന്തായിരുന്നു രേഖപ്പെടുത്തണം. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ടോപ്പിക്കാണോ വേണ്ടത് അതും കൂടെ നിങ്ങളുടെ ഒരു സജഷന്റെ ഭാഗമായിട്ട് ഇങ്ങോട്ടേക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അതിനെ ഡീസെന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രസന്റ് ചെയ്ത് മുന്നോട്ട് പോവാം. ഓരോ ദിവസവും നമുക്ക് എന്ത് ചെയ്യാം? എന്തെങ്കിലും അല്ല, ആവശ്യമുള്ളത് മാത്രം പഠിച്ച് എന്ത് ചെയ്യാം? തുടങ്ങാം. ഓക്കെ അല്ലേ? സോ തൽക്കാലത്തേക്ക് വിടാം. ഹോപ്പ് വി വിൽ മീറ്റ് അഗൈൻ. അന്റിൽ ദെൻ, താങ്ക് യു ആൻഡ് ടാറ്റ.